ആദിലയും നൂറയും വന്നത് എന്റെ അറിവോടെയല്ല. സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു. മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. വിവാദമായതോടെ പോസ്റ്റ് മുക്കി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ AK മലബാറിന്റെ പാലുകാച്ചലിന് സ്വവർഗ കമിതാക്കളായ ആദിലയും നൂറയും എത്തിയിരുന്നു. ഇവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ വന്നത് തന്റെ അറിവോടെയല്ലെന്ന ഫൈസൽ AK മലബാറിന്റെ നിലപാട് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത്. ആദിലയുടെയും നൂറയുടെയും ചിത്രങ്ങൾ പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുകയും ചെയ്തതോടെയാണ് ഫൈസൽ വിശദീകരണ പോസ്റ്റുമായി രംഗത്ത് വന്നത്. ഇവർ വന്നത് തന്റെ അറിവോടെയല്ലെന്ന ഫൈസൽ AK മലബാറിന്റെ നിലപാട് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത്. ഗൃഹപ്രവേശന ചടങ്ങുകളിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ച് സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. എന്നാൽ ഈ രണ്ട് പെൺകുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ അറിവോടെയല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹമധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുകയാണ്. വിഷയത്തിൽ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. അതേസമയം പോസ്റ്റ് വിവാദമായതോടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിവാദ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കീർ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്നതാണ് പോസ്റ്റ് എന്ന വിധത്തിലാണ് ഉയരുന്ന വിമർശനം. മലബാർ ഗ്രൂപ്പ് സഹസ്ഥാപകന്റെ വീടിന്റെ പാലുകാച്ചലിന് അതിഥികളെ ക്ഷണിച്ചത് PR ഏജൻസി വഴിയാണ് എന്നാണ് സൂചനകൾ. അതേസമയം വ്യവസായി എന്നതിലുപരിയായി നിർധനരായവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ അടക്കം സജീവമാണ് ഫൈസൽ AK. നിരവധി പേർക്ക് വീട് വെച്ചു കൊടുക്കുകയും സമൂഹ വിവാഹങ്ങൾ നടക്കുകയും അടക്കം ചെയ്യുന്ന സെലിബ്രിറ്റി വ്യവസായി കൂടിയാണ് അദ്ദേഹം.